തിരുവനന്തപുരം നഗരത്തിലേക്ക് മുഴുവൻ കുടിവെള്ളം എത്തിക്കുന്ന അരുവിക്കര ഡാമിന്റെ അവസ്ഥയാണിത്. ഒരു കാലത്ത് ജലസമൃദ്ധമായിരുന്ന ഈ ഡാമിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇന്ന് കരയായി മാറിയിരിക്കുന്നു. കുടിവെള്ളക്ഷാമം സംസ്ഥാനത്തൊട്ടാകെ രൂക്ഷമാകുമ്പോഴും ജലസേചന വകുപ്പിന്റെ അനാസ്ഥയുടെ മറ്റൊരുദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ഡാം റിസർവോയർ. ജല അതോറിറ്റിയുടെ അധീനതയിലുള്ള പേപ്പാറ ഡാമിന്റെ ഈ റിസർവോയർ ദിനംപ്രതി നാശത്തിലേക്ക് നീങ്ങുകയാണ്. ഏക്കൽ മണ്ണും ചെളിയും മണലും നിറഞ്ഞ റിസർവോയറിന്റെ 2/3 ഭാഗവും നികന്നു കഴിഞ്ഞു. പേപ്പാറയിൽ നിന്നും അരുവിക്കരയിലേക്ക് വെള്ളമെത്തിക്കുന്ന പ്രധാന ആറാണിത്. ആമ്പലും പായലും നിറഞ്ഞ് അതിന്റെ ഒഴുക്കും പരമാവധി നിലച്ചിരിക്കുന്നു. അരുവിക്കര ഡാമിലെ ഹൃദയഭൂമിയായ കാളിയാമൊഴിയിലെ ഈ കാണുന്ന 3 കിലോമീറ്ററിലധികം പ്രദേശം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് നികന്ന് കരഭൂമിയായത്. 10 വർഷം മുമ്പ് തന്നെ റിസർവോയറിലെ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ നടപടി തുടങ്ങിയിരുന്നു. തൃശൂർ ആസ്ഥാനമായ കേരള എർത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം നടത്തി പ്രോജക്ടും സമർപ്പിച്ചു. എന്നാൽ തുടർ നടപടികൾ മാത്രം ഉണ്ടായില്ല. കുടിവെള്ളമില്ല. ഈ പ്രദേശം മുഴുവനും നേരത്തെ ധാരാളം വെള്ളം നിന്നിരുന്ന പ്രദേശമാണ്. അവിടെ എല്ലാം നികന്ന് മണ്ണായി ചെളിയായി മൂടിക്കിടക്കുകയാണ്. അത് മാറ്റുന്നതിന് ഒരു നടപടിയും അതോറിറ്റി സ്വീകരിക്കുന്നില്ല. വർഷാവർഷം ആറ് വൃത്തിയാക്കുന്നതിന് വേണ്ടി അധികം പൈസകളൊക്കെ എഴുതിയെടുക്കാറുണ്ട്. പക്ഷേ യാതൊരു വക കാര്യങ്ങളും ചെയ്യാറില്ല. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ എതിർപ്പ് മൂലം പേപ്പാറ ഡാമിന്റെ സംഭരണശേഷി കൂട്ടാനുള്ള നീക്കം തുടക്കത്തിലെ പാളിയിരുന്നു. ഭൂരിഭാഗം പ്രദേശങ്ങളും മണ്ണും ചെളിയും നിറഞ്ഞതിനാൽ അരുവിക്കരയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ഒട്ടുമുക്കാലും ഒലിച്ചുപോവുകയും ചെയ്യുന്നു. ഈ നില തുടർന്നാൽ തലസ്ഥാന നഗരി ജലദൌർലഭ്യത്താൽ വീർപ്പുമുട്ടുന്ന കാലം വിദൂരമാകില്ല. ക്യാമറാമാൻ രാജ ജോസഫിനൊപ്പം രഞ്ജിത്തമ്പാടി, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.